പ്രൈസ് ലോർഡ്. വേഗം പ്രദേശിക്കുന്ന സ്നേഹത്തെ എല്ലാ ദൈവവും അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവമക്കൾ മനുഷ്യറിയ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്ന ഒരു ചിന്ത വായ്ത്തത്വം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ദൈവത്തെ വിളിക്കുകയും ആരാധിക്കുകയും അപ്പൻ്റെ മക്കളായി ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞാനുൾപ്പെടെ നിങ്ങളെല്ലാവരും അനേകം വായ്ത്തത്വങ്ങൾ റിസീവ് ചെയ്ത് അനേക ദൈവദാസന്മാരോട് കേട്ട് നമ്മൾ അതിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിജീവിതങ്ങളാണല്ലേ. പക്ഷേ ഒന്നുണ്ട്, പലപ്പോഴും എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നൊരു ചിന്തയുണ്ട്, കർത്താവെ വായ്ത്തത്വങ്ങൾ അനേകം എൻ്റെ ജീവിതത്തിലുണ്ട്, പക്ഷേ ഇന്ന് വരെ ഒന്ന് റിസീവ് ആവാനോ അത് പ്രാപിപ്പാനോ എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടില്ലല്ലോ എന്നൊരു നിരാശ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവമക്കളെ അതിനെ നീക്കിക്കളയാൻ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തന. വായ്ത്തത്വം തന്നിട്ടുണ്ടോ? പിതാവ് നമ്മുടെ ജീവിതത്തിൽ അത് തന്ന് മാനിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അബ്രഹാം പിതാവിനെ തന്നെ എടുക്കാം അല്ലേ. വായ്ത്തത്വം കർത്താവ് നേരിട്ട് കൊടുത്തതാണ്. നമുക്കൊക്കെ ആണെങ്കിൽ പ്രവാചകന്മാർ മുഖേനയോ അല്ലെങ്കിൽ ദൂത് മുഖേന അല്ലെങ്കിൽ വചന മുഖേന അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അബ്രഹാം പിതാവിന് നേരിട്ട് ലഭിച്ചതാ. പക്ഷേ 25 വർഷമെടുത്ത് തൻ്റെ വായ്ത്തത്വം റിസീവ് ചെയ്യുവാൻ വേണ്ടി. പക്ഷെ ഒന്നുണ്ട്, 25 വർഷത്തിന് ശേഷം റിസീവ് ചെയ്ത ആ ഒരു വായ്ത്തത്വം പെർഫെക്റ്റ് ആയിരുന്നു. കർത്താവ് അതുപോലെ മാനിച്ച് അനുഗ്രഹിച്ചു. ഒരു വള്ളി പുള്ളി തെറ്റാതെ അദ്ദേഹത്തെ മാനിച്ച് അനുഗ്രഹിച്ച ദൈവത്തെ തന്നെയാണ് നമ്മൾ ഇന്ന് വിളിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ വായ്ത്തത്വങ്ങൾ അല്പം ലേറ്റ് ആയാലും അതിനെ ഓർത്ത് നിരാശപ്പെടുകയോ ഭാരപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. തക്ക സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന് മാനിച്ച് അനുഗ്രഹിച്ച് നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും. അതിലൂടെ ദൈവരാജ്യം മഹത്വത്തിനായി തീരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിലൊന്ന് താണിരുന്ന് കൊടുത്താൽ, താഴ്മയോടെ താണിരുന്ന് കൊടുത്താൽ കർത്താവ് നമ്മളെ മാനിക്കും. നമുക്ക് തരാമെന്ന് പറഞ്ഞത് ഒരു വള്ളി പുള്ളി തെറ്റാതെ തക്ക സമയത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും. ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഷോട്ട് എല്ലാവർക്കും അനുഗ്രഹമാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ മെസ്സേജിൽ നിന്ന് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.